ഞങ്ങളിപ്പോൾ പെട്ടിരിക്കുകയാണ്. ഒരു കുരുക്കഴിക്കാനുള്ള ശ്രമമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പാറ്റേൺ. എല്ലാം തയ്ച്ചു കഴിഞ്ഞതാണ്, ഇതായിരുന്നു റെഫറൻസും. പക്ഷേ ആൾ വന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും ഈ അടുക്കി വെച്ചിരിക്കുന്ന പ്ലേറ്റ് എല്ലാം വിടർന്നങ്ങോട്ട് നിൽക്കുമായിരുന്നു. ഇനി എന്ത് ചെയ്താൽ ഇത് ശരിയാകും എന്നാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആശങ്കയിലാണ് ഗൈസ്, ശരിയാവുന്നില്ല. പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് തുന്നി വെച്ചു കേട്ടോ, അത് അവിടെ തന്നെ ഇരിക്കാനായിട്ട്. എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. സംഭവം എന്താണെങ്കിലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആൾ വന്നിടുമ്പോഴത്തേക്ക് അറിയാൻ ശരിയായോ ഇല്ലേ എന്നുള്ളത്. നോക്കി നോക്കി നിന്ന് സമയം പേതറിഞ്ഞില്ല. ഉച്ചയായപ്പോഴത്തേക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ പാടില്ല. എന്നാൽ പിന്നെ ചന്തയിൽ പോയി എന്തെങ്കിലും മീൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് കരുതിയിട്ട് ഇറങ്ങി. ഇതൊക്കെയാണ് കിട്ടിയത്. അടുക്കളയിൽ കുറച്ച് അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. സിങ്ക് ഉണ്ടെന്നുള്ള വ്യാജാനം ഇപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് ഞാൻ അതിനകത്തോട്ട് ഇട്ടാണ്. അറിയാണ്ട് നമ്മൾ ഇട്ട് പോകുമല്ലോ. അപ്പം നല്ല ടേസ്റ്റുള്ള കറി വെച്ച് തരാം, വേഗം എന്ന് വന്നിച്ചൊരു ചെമ്മീൻ കിള്ളി തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൾ ചെമ്മീൻ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വിശന്നിട്ടാണ് കണ്ണും കാണാൻ പാടില്ലായിരുന്നു. അങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തണ്ണിമത്തനൊക്കെ കഴിച്ച് ഞങ്ങളവിടെ നിന്ന് ഇത് കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട്. നാൻസി അങ്ങനെയാട്ടോ, വിശന്ന് ചത്താലും അവൾക്ക് ഇഷ്ടമുള്ള കറി ഇല്ലെങ്കിൽ അവൾ ചോറ് തിന്നത്തില്ല. അങ്ങനത്തെ ഒരു വാശിക്കാരിയാണ്. അങ്ങനെ 3 മണിയായപ്പോൾ ചോറും കറികളും ഏകദേശം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ മീൻകറിയും കുറച്ച് ചെമ്മീൻ വറുത്തതും കുറച്ച് അച്ചിങ്ങയും ചെമ്മീനും കൂടി ഇട്ട് മെഴുക്ക് പുരട്ടിയതും എല്ലാം കൂടി കൂട്ടി ഒരു പിടി പിടിച്ചു.